ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആഫ്റ്റർനൂൺ തോട്ട്, അതായത് നിങ്ങളുടെ വ്യക്തി ഈ സമയം നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഇതൊരു ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ എപ്പോഴാണോ വരുന്നത് ആ സമയം നിങ്ങൾക്കുള്ളൊരു സന്ദേശം ഇതിനകത്തുണ്ടെന്നാണ് കേട്ടോ. ഞാനിപ്പം വീഡിയോ ചെയ്യുന്ന പുറത്തിരുന്നാണേ, അപ്പം കാക്കയും ഒരുപാട് സൗണ്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളിങ്ങനെ പുറത്തിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അല്പം റിലാക്സ് ആകും കേട്ടോ, അതുകൊണ്ടാണ്. അതുമാത്രമല്ല, കുട്ടിക്ക് വാക്സിനേഷനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇച്ചിരി വഴക്കും പ്രശ്നമൊക്കെ ആണ്. ആളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമില്ല, ഓക്കെ ആയിട്ടിരിക്കുന്നു കുട്ടി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സൊക്കെ വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതുവരെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും ഞാൻ ഇത് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കൂ. അതായത് നിങ്ങളുടെ വ്യക്തി ഈ സമയം ഈ ഒരു സമയം അയാൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്ക് അനുഭവിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഈ വ്യക്തിയെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് അത് തന്നെ ഈ വ്യക്തിയും ചിന്തിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അത് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടി മൂലമാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. കാരണം ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന ഒരു അപ്രത്യക്ഷമായ ഒരു സമയത്തായിരിക്കും ഈ വ്യക്തി അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൺമുന്നിലേക്ക് വരും, നിങ്ങൾ ഒട്ടും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും കേട്ടോ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. ഒരു മാനിഫെസ്റ്റ്, അതായത് നിങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഫലമെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവത്തോട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് കാണാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തി ഈ സമയം ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വ്യക്തി നിൽക്കുന്ന സ്ഥലം ഒരു ഹാർട്ട് ബ്രേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ലോസ് സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എവിടെ ചെന്നാലും വഴക്കൊക്കെ സംഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്ന രീതിയിലാണ്. ഈ പടപൊരുതി വിജയിക്കുക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ് ഈ വ്യക്തി ഈ ഒരു സമയം നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കും കേട്ടോ. അത് മാത്രമല്ല, ഈ വ്യക്തി ഒരുപാട് പാസ്റ്റ് മെമ്മറീസ് ഓർത്തെടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ടൈമിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സമയമില്ല, നിങ്ങൾ ഒരിക്കലും തിരികെ വരത്തില്ല, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഈ വ്യക്തിക്ക്. അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ് കേട്ടോ, ഒരുപാട് പെയിൻ ആണ്. അങ്ങനെ നിങ്ങൾ വരില്ല. അപ്പം അത് മാത്രമല്ല, ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കിനും ഈ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമില്ല, ഒന്നുമില്ല, ആകെ മൊത്തം ദേഷ്യവും, മൊത്തത്തിലൊരു മൈൻഡേ കോൺഫ്ലിക്റ്റ് ആണ്. ഈ വ്യക്തിയുടെ മൈൻഡേ കോൺഫ്ലിക്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഈ വ്യക്തി പുറത്തോട്ടും കാണിക്കുന്നുണ്ട്. അതായത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന സ്വഭാവങ്ങളൊക്കെ ഈ വ്യക്തി കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് നിങ്ങളുമായിട്ട് പങ്കിട്ട ഹാപ്പി മെമ്മറീസ്, അതുപോലെ നിങ്ങളുമായിട്ട് പങ്കിട്ട നിമിഷങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതലേ നിങ്ങൾ അറിയാവുന്ന വ്യക്തികളായിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഇത്. എന്തായാലും ഇതൊരു നൊസ്റ്റാൾജിയാണ്. ഒരുപാട് വർഷം, 5-6 വർഷമൊക്കെ ആയ ഒരു കൂടി വന്നൊരു 6 വർഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇതിലായിട്ട്. അതുപോലെ തന്നെ 6 3 ഒക്കെ ആയിട്ടുള്ള എന്ത് തന്നെയാലും പാസ്റ്റ് ലൈഫ് ആണെന്നാണ് കാണിക്കുന്നത്. തരത്തിൽ ഒരു പബ്ലിക് ഇമേജ് ഉള്ള വ്യക്തിയായിരിക്കാം കേട്ടോ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ക്ലിയർ ബൗണ്ടറീസ്, അതായത് നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുണ്ടാവുക. ഒരുപാട് ഹൈഡിങ് ഫീലിങ്സ് ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഇതേ സമയം നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തേക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ എന്താണ് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വ്യക്തിക്ക്. കാരണം നിങ്ങളെ പിടി കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നിങ്ങൾ എങ്ങനെ മാറി? അപ്പോൾ നിങ്ങൾ ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ ഉള്ളിൽ ഇയാളോട് ഇഷ്ടമുണ്ടോ, അതോ നിങ്ങൾക്ക് ഇയാളോട് വെറുപ്പാണ്, ഇതൊന്നും ഇയാൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയം. ഹാങ്ഡ് ആണ്. അത് ഓർക്കുമ്പോൾ തന്നെ ഈ വ്യക്തി സ്റ്റക്കാണ് കേട്ടോ. ഒരു ക്ലാരിറ്റി ഇല്ല, ഒന്നിനും മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു സമയം. കാരണം ഒന്നും ചിന്തിക്കുമ്പോൾ പുള്ളിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്തായിരുന്നു എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സയൻസ് നോക്കുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ ഇവിടെ എയർ സൈൻ ആണ് കേട്ടോ. എയർ സൈൻ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ സൈൻ ഉണ്ട്, വാട്ടർ സൈൻ ഉണ്ട്. എയർ സൈൻ ആണ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 14, 6, 5, 3, 1, അതുപോലെ തന്നെ 12 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യമുള്ള നമ്പറുകളാണ് കേട്ടോ. അതുപോലെ മെയ് മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ജനുവരി ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞില്ല മെയ് മന്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാർഡും കൂടി നമുക്ക് നോക്കാവേ. ഈ സമയം ഒരുപാട് സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആരോ നല്ല ധൈര്യം ഈ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഈ വ്യക്തിക്ക് ധൈര്യമില്ലായിരുന്നു, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം വ്യക്തി സ്ട്രെങ്ത് എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുള്ള സമയത്തായിരുന്നു ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ്, നിങ്ങളുള്ള സമയത്തായിരുന്നു പണം, നിങ്ങളുള്ള സമയത്തായിരുന്നു ലക്ക്, ഭാഗ്യം. പക്ഷേ ഈ ഒരു സമയത്ത് ഒന്നുമില്ല. നിങ്ങൾ ഒരുപാട് പണം കൊടുത്ത് സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും, അതിനെപ്പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, നിൽക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ചിലപ്പം വീട്ടിലായിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫൊക്കെ ആയിരിക്കാം. എന്താണ് നിങ്ങൾ പിരിഞ്ഞ് നിൽക്കുകയൊക്കെ ആയിരിക്കാം. ഇപ്പോൾ ഇവർ എവിടെ ചെന്നാലും പ്രശ്നങ്ങളൊക്കെയാണ്. കാരണം ബാധ്യതകളുണ്ട്. അതായത് നിങ്ങളൊരു പേരൻ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്, കാണുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് കാണുന്നത് അവർക്കായിരിക്കാം. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ചുമതലകൾ ഇവരുടെ തലയിലായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി, ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്ര സിറ്റുവേഷൻസ് ഇവരെ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങളാണ് ഈ വ്യക്തിയുടെ വിഷ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് വാണ്ടാണ്. അതായത് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. ഒരു ചേഞ്ച് പെട്ടെന്നായിരിക്കും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു എന്താ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ വ്യക്തി എങ്ങനെയായിരുന്നു എന്തായിരുന്നു നിങ്ങൾക്ക് തരാതിരുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നു. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, സ്നേഹം. ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ പോയവരായിരിക്കും, പിന്നീടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായത്. അതെല്ലാം ഈ സമയം മാറുന്നു എന്നാണ് കാണുന്നത്. ഒരു ഷിഫ്റ്റാണ് കേട്ടോ, ഒരു ചേഞ്ച് വരുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്താണ്. അതുപോലെ 9 നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, 8 ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 5, അതുപോലെ ലിയോ സോഡിക് സൈൻ ഉണ്ട്. പറയുകയാണെങ്കിൽ ഫയർ സൈൻ ഇവിടെ ആക്റ്റീവാണ്, വാട്ടർ സൈൻ ഇവിടെ ആക്റ്റീവാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. റെസിനേറ്റ് ആകാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഫ്റ്റർനൂൺ തോട്ടിൽ വന്നിരിക്കുന്നത്. നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ആരും ഒരു കാര്യം ഓർത്ത് വിഷമിക്കരുത്. ഞാൻ ഈ കേട്ടോ എന്ന് പറയുന്ന ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ടോൺ അതാണ്, നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ വരുന്നതാണ്, ഒരു സ്നേഹത്തോടെ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അതാരും വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല, മാറ്റാൻ ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമഃ ശിവായ.